മേക്ക് ഓവർ ലൈഫ് സ്റ്റൈലിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മുടിയുടെ സംരക്ഷണമാണ്. അകാലനര, താരം, മുടി കൊഴിച്ചിൽ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റാണിത്. ഹെയർ പ്രോട്ടീൻ വിത്ത് സ്പാ എന്നാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര്. നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ സാധനങ്ങൾ: മൈലാഞ്ചി ഇല, സവാള, കറിവേപ്പില, ഉലുവ കുതിർത്തത്, നെല്ലിക്കപ്പൊടി, പഴം, കറ്റാർ വാഴ, ചെമ്പരത്തി മൊട്ടോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂവ് ഉപയോഗിക്കാം, നാരങ്ങ നീര്, തേൻ, പിന്നെ ഓയിൽ മസാജ് കൊടുക്കുന്നിടത്തേക്ക് വേണ്ടി വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. താരനൊക്കെ ഉണ്ടെങ്കിൽ മാറുവാനും സ്കാൽപ്പ് ഒന്ന് വെറ്റാകാനും ഹോട്ട് ഓയിൽ മസാജ് നല്ലതാണ്. മസാജിലൂടെ ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലാവുകയും ഹെയർ ഗ്രോത്ത് കൂടുകയും ചെയ്യും. നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഏത് എണ്ണയാണോ സ്ഥിരം യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഉപയോഗിച്ച് നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. എണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് ചെറു ചൂടോടെ തേച്ച് പിടിപ്പിക്കുന്നതാണ് വളരെ നല്ലത്. വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ മാത്രമായാലും മതി. ചെറുതായിട്ട് വകുപ്പെടുത്ത് എല്ലായിടത്തും എണ്ണ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് മസാജ് കൊടുക്കുക. നമ്മൾ ഏകദേശം എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മുടിയിലും കൂടെ തേച്ച് പിടിപ്പിക്കാം. തലയുടെ ഹീറ്റൊക്കെ കുറയുവാനും നല്ലൊരു റിലാക്സേഷൻ കിട്ടുവാനും ഹോട്ട് ഓയിൽ മസാജ് വളരെ നല്ലതാണ്. നാരങ്ങ നീരും മൈലാഞ്ചിയും താരന് വളരെ ഫലപ്രദമാണ്. ഉലുവയിൽ പ്രോട്ടീൻ ഉള്ളതിനാൽ മുടി കൊഴിച്ചിൽ കുറവായിരിക്കും. ചെമ്പരത്തി, കറ്റാർ വാഴ, പഴം എന്നിവ മുടി സോഫ്റ്റ് ആവാനും സ്പായുടെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. കറിവേപ്പില മുടി കറുക്കുവാനും അകാല നരയ്ക്കും വളരെ നല്ലതാണ്. മുടി നല്ല സോഫ്റ്റ് ആകാനും തിളക്കം കിട്ടാനും തേനും വളരെ നല്ലതാണ്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. അതിനാൽ നമുക്ക് വേഗം തയ്യാറാക്കാനും അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. ബ്രഷിനേക്കാൾ കൈകൊണ്ടിടുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. നമ്മൾ തലേ ദിവസം മിക്സ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മാസത്തിൽ 1 തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയോ നമുക്ക് ചെയ്യാവുന്നതാണ്. മൈൽഡ് ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും ഇട്ട് തീർന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് മുടിയിലും ഇട്ട് കവർ ചെയ്യുക. അതിനുശേഷം അരമണിക്കൂറോ 1 മണിക്കൂറോ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പ്രോട്ടീൻ്റെയും സ്പായുടെയും ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. വീട്ടിൽ തന്നെ ഇനി അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ പ്രോട്ടീനും ചെയ്യാം, ഹെയർ സ്പായും ചെയ്യാം. എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ മുടി നല്ല സോഫ്റ്റ്, നല്ല ടെക്സ്ചറും ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 100% റിസൾട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിനൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.